അങ്ങനെ നമ്മൾ ഇന്നും പൂക്കളിടാനുള്ള തയ്യാറെടുപ്പിലാണ്. തലേന്നത്തെ പൂക്കളൊക്കെ ഒന്ന് വാരിയെടുത്ത് ചുറ്റും ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം. ഇന്ന് പിന്നെ എല്ലാം സാവധാനം ചെയ്താൽ മതി. എല്ലാവർക്കും ഇന്ന് അവധിയാണ്. പൊന്നുവിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞുകൊണ്ട് വലിയ തിരക്കില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ തട്ടിക്കുടഞ്ഞ് വിരിച്ചിടുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ചുരുണ്ട് കിടക്കും. കാരണം എന്താ വെച്ചാൽ ഭയങ്കര കാറ്റാണ് ഇവിടെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പൂവിൻ്റെ ഞെട്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മുഴുവനായിട്ട് ചെണ്ടുമല്ലി ഇടാന്ന് കരുതിയിട്ടാണ്. പിന്നെ ചുറ്റുമുള്ള പൂക്കളൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ നോക്കിയപ്പം പിന്നെ ഉണ്ടായിരുന്ന മത്തൻ്റെ പൂവും പിന്നെ ഒരു കോളാമ്പി പൂ പോലത്തെ ഒരു പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 3 ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, അതും കൂടി പറിച്ചെടുത്തു. 2-3 ദിവസം കഴിയുമ്പോൾ എന്തായാലും ഇത് ചീഞ്ഞു പോകും. അപ്പോൾ പിന്നെ പൂക്കളിടാനായിട്ടെങ്കിലും എടുക്കാമെന്ന് കരുതി. എന്തായാലും എനിക്കിത് പറിക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല, കാരണം രാവിലെ ഇത് കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ പൂവിടാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും നല്ല മഴച്ചാറ്റിലുണ്ടായിരുന്നു. എൻ്റെ അസിസ്റ്റൻറ്റ് കണ്ണപ്പനോട് മഴച്ചാറ്റിൽ കൊള്ളേണ്ട അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ അവൻ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വേഗം ഉള്ളിൽ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവൻ കുടയൊക്കെ എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ കുട അവനോട് ചൂടി നിൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ എനിക്കൂടി ചൂടി തരുമായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പൂക്കളും കൂടി എങ്ങനെയെങ്കിലും ഇട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കയ്യിലുണ്ടായിരുന്ന അരളിപ്പൂ ഇനിയും വെച്ച് കഴിഞ്ഞാൽ വാടിപ്പോകും. അതുകൊണ്ട് അതൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ചെണ്ടുമല്ലി മുഴുവനായിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഈ ചാണകത്തിൻ്റെ വട്ടം മൊത്തം പൂവ് എങ്ങനെയെങ്കിലും ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നടന്നില്ല കേട്ടോ. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. പിന്നെ മുഴുവനായിട്ട് വെച്ചുകൊണ്ട് അധികം പറന്നു പോകില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ കുഞ്ഞത്തപ്പൂക്കളം ചോതിപ്പൂക്കളം.